സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി പരിസരം വൃത്തിയാക്കി. പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന മഴക്കാല രോഗങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് കോളേജിലെ പാലിയേറ്റീവ് വിഭാഗം വിദ്യാർത്ഥികൾ ഈ കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി, അതുപോലെ പനി എല്ലാം കൊണ്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചെറുത്തു നിൽക്കാൻ ഞങ്ങളാൽ കഴിയുന്ന ചെറിയൊരു സഹായം എന്ന രീതിയിലാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലും ചുറ്റുപാടും വൃത്തിയാക്കുക എന്നുള്ള ഒരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തത്. മാലിന്യമുക്ത താലൂക്കായി മണ്ണാർക്കാടിനെ ഉയർത്തുന്നതിന് മറ്റു കോളേജുകളും ഇത് മാതൃകയാക്കണമെന്ന് കോളേജിലെ ജേർണലിസം വിഭാഗം അധ്യാപകൻ ബിലാൽ കുന്നത്ത് അഭിപ്രായപ്പെട്ടു. ഏറെ പരിശ്രമിച്ചുകൊണ്ടാണ് ഓരോ കുട്ടികളും ഇവിടെ വന്ന് അവരുടെ ആത്മാർത്ഥമായ ഒരു സേവനമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങളിതൊരു തുടക്കമിടുന്നത് മണ്ണാർക്കാട്ടിലെ വിവിധ വിദ്യാലയ സ്ഥാപനങ്ങളോട് ഒരു ചലഞ്ചായിട്ടാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഈ ഒരു ചലഞ്ചിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും ശൈശവത്തിൽ തന്നെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായാണ് കോളേജ് മുന്നോട്ട് പോകുന്നതെന്ന് പ്രിൻസിപ്പൽ മുഹമ്മദ് അലി പറഞ്ഞു. ഈ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഉച്ചഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങളുടെ മക്കളാണ്. അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിലും മറ്റ് പല മേഖലകളിലും ശുചീകരണ പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ ശൈശവദശയിലുള്ള ഈ കോളേജ് മാതൃകാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50ഓളം വിദ്യാർത്ഥികളാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത്. അധ്യാപകരായ സലീം, സുനിത എന്നിവരും വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളായ ബാസിത്ത്, ഫായിസ, ത്വാഹിർ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.